ഹായ്, ഒരു തവയെടുത്ത് അതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം വാട്ടിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് 2 ഭാഗം ഒരുപോലെ വാട്ടിയെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ തവയിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കണം. ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. മുന്തിരി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതും നമുക്ക് മാറ്റാം. എന്നിട്ട് അതേ തവയിലേക്ക് വീണ്ടും ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി വറുത്തെടുക്കണം. ചെറിയ ബ്രൗൺ നിറമാകണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിക്കാത്തത്, 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുത്ത് അതും മാറ്റാം. 5 മുട്ട പൊട്ടിച്ചേച്ചിട്ട് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇടാം. എന്നിട്ട് വിസ്ക് കൊണ്ട് നന്നായി യോജിപ്പിക്കാം. ഈ പഞ്ചസാര അരിയുന്നത് വരെ യോജിപ്പിക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പകുതി മാവ് ഒഴിച്ചു കൊടുക്കണം. ബാക്കി പകുതി അവിടെ വെക്കണം. ഇനി ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി മസാലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ പഴം വാട്ടിയത് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങ വറുത്തതില്ലേ, അത് ഫുൾ ഇട്ട് കൊടുക്കാം. അത് ബാക്കി വയ്ക്കേണ്ട. വൈകുന്നേരം ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു ബനാന കേക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ നട്ട്സ് ഇല്ലേ, നേരത്തെ വറുത്തെടുത്ത, അത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി ബനാന ഇല്ലേ, അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന മാവ് കൂടി ഒഴിച്ചു കൊടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗമില്ല, അതുകൂടി ഒന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതേ ഫ്രൈ പാനിലിട്ടിട്ട്.